Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ റൈസ് ഖീറിന്റെ റെസിപ്പി കാണാം. റൈസ് ഖീർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഷോർട്ട് ഗ്രെയിൻ റൈസ് ആണ്, ചെറിയ അരി. ബസ്മതിയേക്കാളും നല്ലത് കൈമ, ജീരശാല, സോന മസൂരി അതേപോലത്തെ ചെറിയ അരിയാണ് നല്ലത്. 1 മണിക്കൂർ കുതിർത്ത് വെക്കുക. അര തൊട്ട് 1 മണിക്കൂർ വരെ ഇതേപോലെ കുതിർത്ത് വെക്കുക. അപ്പം ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ അളവിന് നമുക്ക് വേണ്ടത് 1 ലിറ്റർ പാലാണ്. ഇപ്പം ഫുൾ ഫാറ്റ് മിൽക്കാണ്. പാല് തിളപ്പിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ തിളപ്പിക്കുമ്പോൾ ഈ ക്രീം സൈഡിൽ വരുന്ന പറ്റിപ്പിടിച്ചിരിക്കുന്ന പാലെല്ലാം ഒന്ന് ഇതേപോലെ ഇളക്കി ഒന്ന് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് പാല്, ഇവിടെ ഞാൻ കുറച്ച് സാഫ്രൺ കുങ്കുമപ്പൂ 1 നുള്ളിൽ ഈ ബോളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാല്, ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കുക. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു നിറവും കിട്ടും, ചെറിയൊരു ഫ്ലേവറും കിട്ടും. 1-2 ടേബിൾ സ്പൂൺ ഇതേപോലെ സോക്ക് ചെയ്ത് മാറ്റി വെക്കാം. തിളയ്ക്കുന്ന പാലിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഇത് 1/4 കപ്പ് അരിയാണ്, കൈമ റൈസാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി അരി നന്നായിട്ട് വെന്തുടയണം, അതുവരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. അരി ഇട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം തീ ലോ ഫ്ലെയിമിൽ വെക്കുക. ചെറിയ തീയിൽ കിടന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഈ സൈഡിൽ വരുന്ന ക്രീമെല്ലാം ഇതേപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. 15 മിനിറ്റോളം തീ കുറച്ച് വെച്ച് കുക്ക് ചെയ്യായിരുന്നു. ഇടയ്ക്ക് ഒന്ന് തീ കൂട്ടി വെക്കും. ലോ മീഡിയം ഫ്ലെയിമിലാണ് ഈ 15 മിനിറ്റ്സ് കുക്ക് ചെയ്തത്. ഇപ്പം നോക്കിയാൽ അരി ഓൾമോസ്റ്റ് കുക്ക്ഡാണ്, ഒരു 90% കുക്ക്ഡാണ്. ഈ ഒരു പരുവത്തിലായിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സുകൾ ചേർക്കാനായിട്ടുണ്ട്. ഞാൻ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തത്, 1.5 ടേബിൾ സ്പൂൺ ആമണ്ട്സ് ചോപ്പ് ചെയ്തത്, ബദാം, പിന്നെ 1.5 ടേബിൾ സ്പൂൺ പിസ്റ്റാഷ്യോസ് ചോപ്പ് ചെയ്തത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് സാഫ്രൺ, നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന സാഫ്രൺ ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമ്മൾ നോക്കുന്ന പരുവെന്ന് പറഞ്ഞാൽ അരി തൊട്ടാൽ നന്നായിട്ട് ഉടഞ്ഞു പോകണം. ആ ഒരു പരുവം വരെ കുക്ക് ചെയ്യുക. റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതേപോലെ കിട്ടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ ഇടാം. പഞ്ചസാര 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ. പഞ്ചസാര അതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ അരി കല്ല് പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് വെന്ത് ഉടയുന്നൊരു പരുവമാകുമ്പോഴേ പഞ്ചസാര ചേർക്കാം. ഇനി പഞ്ചസാര ഉരുകുന്ന ഒരു പരുവം വരെയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. നല്ലൊരു ബോയിൽ വന്നു, ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കാം. ഇതിലേക്ക് ഫ്ലേവറിങ്ങിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കെവ്ര വാട്ടറും കൂടെ കൊടുക്കാം. കെവ്ര വാട്ടർ അല്ലെങ്കിൽ കെവ്ഡ, കിയോറ എന്നൊക്കെ പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ സ്ക്രൂ പൈൻ എന്ന് പറയും. അപ്പോൾ സ്ക്രൂ പൈൻ ഒരു ഫ്ലേവറിങ് ലിക്വിഡാണ്. നമ്മൾ റോസ് വാട്ടറിനൊക്കെ പകരം ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. ഇതില്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് റോസ് വാട്ടർ വേണമെങ്കിലും ചേർക്കാം, സെയിം ക്വാണ്ടിറ്റി. നമ്മുടെ ഖീർ റെഡിയാണ്. ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ റൈസ് ഖീർ ഈ അളവെന്ന് പറഞ്ഞാൽ ഒരു 6 പേർക്ക് സെർവ് ചെയ്യാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഇവിടെ നമ്മൾ നട്ട്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ഒമിറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ്. ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിലൊക്കെ വീട്ടിൽ കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.